സമയം രാവിലെ 5:30 മണി. റൊമാനിയൻ തലസ്ഥാനമായിട്ടുള്ള ബുക്കറസ്റ്റ് നഗരം. പുറത്ത് -5°C. എവിടേക്ക് എന്നറിയാതെ ഞാനിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എവിടേക്കെന്നല്ല, ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. നമുക്ക് പോകേണ്ടത് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ മൾഡോവയുടെ തലസ്ഥാനമായിട്ടുള്ള കിഷിരാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടേക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ട്രെയിനൊന്നുമില്ല. ബസ്സുണ്ട്, ഫ്ലിക്സ് ബസ്സുണ്ട്. പക്ഷേ ഇങ്ങനല്ലത്, ഇങ്ങനെ ഫ്ലിക്സ് ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഈസി അല്ലേ. ചുമ്മാ കയറി ബസ്സിൽ ഇരുന്നിട്ടൊരു 6 മണിക്കൂർ കൊണ്ട് ഫ്ലിക്സ് ബസ്സിൽ പോകാവുന്നതേ ഉള്ളൂ. അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിൻ എടുത്തിട്ട് ഒരു ബോർഡർ ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ചോദിച്ച് പോകാമല്ലോ അല്ലേ. അതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ട്രാവൽ KLTUK പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ മെട്രോ എടുക്കണം, എന്നിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ പോകണം. ഒടുക്കത്തെ തണുപ്പാ, അയ്യാ. പിയാത്ത മുൻസി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ വന്നിയാണേ. ഓ മൈ ഗോഡ്, രാവിലെ വിജനമായിട്ട് കാലി അടിച്ച് കിടക്കുന്ന മെട്രോ സ്റ്റേഷൻ. അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നോക്കൂ, ഈവൻ മെട്രോ ട്രെയിൻ പോലും കാലിയാണ്. പക്ഷേ ഇതിലല്ല എനിക്ക് പോകേണ്ടത്, എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് കിഷ്നാവിലേക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ. നൈറ്റ് ട്രെയിനാണ്, പക്ഷേ 14-15 മണിക്കൂർ എടുക്കും ഡയറക്റ്റ് ട്രെയിൻ. അത് പഴയ സോവിയറ്റ് ട്രെയിനാണ്. നമ്മൾ കസാഖിസ്ഥാനിലൊക്കെ യാത്ര ചെയ്ത പോലത്തെ പഴയ സോവിയറ്റ് ട്രെയിനാണ്. ഒരു പുതുമയില്ലല്ലോ അതിനകത്ത് അങ്ങനെ പോകുമ്പോഴത്തേക്കിനും. അത് മാത്രമല്ല, അത് ഇടയ്ക്ക് ബോർഡർ ടൗണിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അതിൻ്റെ അടിയിലത്തെ ചക്രങ്ങൾ ഊരി മാറ്റി വേറെ ചക്രങ്ങൾ പിടിപ്പിച്ചൊക്കെയാണ് പോകുന്നത്. അതും രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ. ഇമിഗ്രേഷനൊക്കെ 3 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ത്രില്ലുണ്ടാവില്ല. പ്രോപ്പറായിട്ട് നമുക്കത് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പകൽ പോകുന്നത്. ഓക്കെ, മൈ വണ്ടി ഈസ് കമ്മിങ്. റിപ്പബ്ലിക്കാണോ അറിയില്ല. അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് വരെ കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ കുത്തി വരച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കൊച്ചി മെട്രോ ആണെങ്കിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടും. രാവിലെ സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ എറണാകുളം സൗത്ത്, കോഴിക്കോട് എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ സ്റ്റേഷനുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ നഗരത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കുമൊക്കെ ട്രെയിൻ സർവീസുകൾ അവൈലബിൾ ആണ്. രാവിലെ 5-6 മണിക്ക് KFC വരെ ഓപ്പൺ ആണ്, കണ്ടില്ലേ നോക്കി. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പോകാനുള്ള ട്രെയിൻ കണ്ടുപിടിക്കണം. ഐ വോണ്ട് ടു ഗോ ടു യാഷ്. So I have Eurail pass. So where can I get the seat reservation? Okay. This side? Okay, thank you. നമുക്ക് യാഷ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ യാഷ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് രാവിലെ 6:50 ട്രെയിൻ ഉണ്ട്. പക്ഷേ അതിനകത്ത് സീറ്റ് റിസർവേഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പൈസ കൊടുത്തിട്ട് നമ്മൾ ആ സീറ്റ് റിസർവേഷൻ എടുക്കണം. അതിൻ്റെ ഇത് എവിടെയാണ്, ഞാൻ ഓഫീസെന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ തപ്പട്ടെ, എവിടെയെങ്കിലും ഉണ്ടാവും. ഇതിപ്പോൾ എക്സിറ്റ് ആയല്ലോ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ദൈവം, ഇതെവിടെയാണ്? ഇവിടെ പുറത്താണ് ഇവർ ടിക്കറ്റ് കൗണ്ടർ വെച്ചേക്കുന്നത്. അയ്യോ, ഇത് വേറെ എന്തോ ടിക്കറ്റ് കൗണ്ടറാണോ? ടൂറിസ്റ്റ് ട്രാവൽ കാർഡ് അങ്ങനത്തെ എന്തോ സംഭവമാണോ? ഇത് തന്നെയാണോ? നോക്കട്ടെ പരിപാടി എങ്ങനെയാണ്. അത് വേറെ എന്തോ സംഭവമായിരുന്നല്ലോ. ഇവിടെ എന്തോ സംഭവം. ഇവിടെ എന്തോ രാവിലെ കഴിക്കാനൊക്കെ ആൾക്കാർ നിൽക്കുന്നു. ഇതെന്തോ ഇത്? ഓ, ഇത് മറ്റേ സാധനം. ഇത് വേണ്ട, രാവിലെ വേറെ എന്തെങ്കിലും കഴിക്കാം. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ടിക്കറ്റ് കൗണ്ടർ തപ്പി നടക്കുമോ ഞാൻ? അതിനി എവിടെ പോയി തപ്പണം? അത് എൻക്വയറി ചോദിച്ചപ്പോഴത്തേക്കിന് അവർ പറഞ്ഞത് ഇവിടെ ഓഫീസ് ഉണ്ടെന്ന്. അത് കാണുന്നില്ലല്ലോ. കിട്ടിപ്പോയി മക്കളെ, കിട്ടിപ്പോയി. ഇത് വേറെ ഏതോ ഒരു ഗുദാമി കൊണ്ട് വെച്ചേക്കുമായിരുന്നു ഈ സംഭവം. ഹായ്, ഐ ഹാവ് Eurail pass. So I need a ticket to Yash. Seat reservation for Yash. Okay. I need your QR code, okay. How much? for lay and 50. Thank you. Bye. ഒരു റേഞ്ചിലാണ് ടിക്കറ്റിൻ്റെ സീറ്റ് റിസർവേഷൻ്റെ പൈസ ആയിട്ട് വാങ്ങിയത്. രാവിലെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സാധനങ്ങൾ ഇതാണ്. ഇതൊക്കെ ചീസ് കേക്കും ചീസ് ബാറും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ചിലതിനകത്ത് മീറ്റും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ച് റോള് പോലെ സ്റ്റഫ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടുത്തെ ആൾക്കാരിൽ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്നാണ് എനിക്ക് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായത്. രാവിലെ ഇവിടുത്തെ ആൾക്കാരെല്ലാം മക്ഡൊണാൾഡ്സിൽ വന്ന് കിടക്കുന്നതുകൊണ്ട് എത്ര പേരാന്ന് എനിക്ക് ഇവിടെ സാധനം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത്. അടിപൊളി. ഇതിപ്പോഴെങ്കിലും കിട്ടില്ല അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മോ, ഞാനിവിടെ KFCയിൽ വന്ന് ഫുഡ് വാങ്ങിച്ച്. അവിടെ അപ്പുറത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ ഒരു റോള് കിട്ടും, അത് വാങ്ങിച്ചു. യെസ്, അപ്പോൾ നമ്മുടെ 8ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സിഗരറ്റ് വലിയാണ്ടല്ലേ. രാവിലെ അവസ്ഥ നോക്കി ഓരോ സ്ഥലത്തുനിന്ന് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തിരക്കുകളുണ്ട്. അതിനിടയ്ക്ക് മറ്റേ പുതിയ ട്രെയിനും പഴയ ട്രെയിനും എല്ലാ ടൈപ്പ് ട്രെയിനും ഉണ്ട് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ട്രെയിൻ. യാഷ്. ഓക്കെ, താങ്ക് യു. ഓ, ഇതാണല്ലേ, ഇത് കൊള്ളാലോ.
ഇത് നമ്മുടെ സീറ്റിംഗ് കോച്ചുകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പോലത്തെ അല്ല, കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇനി ലെറ്റ്സ് ഗോ ഇൻസൈഡ്. വലിയ ട്രെയിനല്ല, ജസ്റ്റ് 4 കോച്ചേ ഉള്ളൂ. കുഞ്ഞു ട്രെയിനാണ്. അതിൽ 2 സെക്കൻഡ് ക്ലാസ്സും പിന്നെ മറ്റത് ഏതാണെന്ന് നോക്കട്ടെ പോയിട്ട്. നമുക്ക് സെക്കൻഡ് ക്ലാസ് അല്ല, 2 ഫസ്റ്റ് ക്ലാസ്. ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. നമുക്ക് ഫസ്റ്റ് ക്ലാസ് അല്ല, നമ്മൾ സെക്കൻഡ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ഇതാണോ? ഇതായിരിക്കും അല്ലേ? ഇത് നമ്മുടെ ജനശതാബ്ദി പോലത്തെ ട്രെയിനാണ് കേട്ടോ. നോക്കി, ഇതാണ് എൻ്റെ സീറ്റ്. തൊട്ടപ്പുറത്തേക്ക് വെച്ചുള്ളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അത് ഫസ്റ്റ് ക്ലാസ് എന്ന് തോന്നുന്നു. ഇത് സെക്കൻഡ് ക്ലാസ്സാണ്. നമ്മൾ സാധാരണ ആൾക്കാരാണല്ലോ. അപ്പോൾ ഇവിടെ ഇരിക്കണം. കുഴപ്പമില്ല, വൃത്തിയൊക്കെയുണ്ട്. വിൻഡോ ഒക്കെ കാണാം, അത്യാവശ്യമൊക്കെ കാണാം. ഈ ഒരു കളറൊക്കെ കണ്ടില്ലേ, പഴഞ്ചൻ നമ്മുടെ ജലശതാബ്ദി കോച്ച് പോലെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ. അയ്യോ ഒന്നും പറയണ്ട. അതിനി സമയം ഇപ്പോൾ 7 മണി ആയതേ ഉള്ളൂ. ഇനി ഒരു 1.5 മണിക്കൂറും കൂടെ എടുക്കും നേരം വിളക്കാൻ. കഴിഞ്ഞ ദിവസം ബൾഗേറിയയിലുള്ള നമ്മുടെ വീഡിയോയിൽ അവിടുത്തെ ട്രെയിനിലെ മറ്റ് സ്ഥലങ്ങളിലെയൊക്കെ ഗ്രാഫിറ്റി വർക്കുകൾ കണ്ടിട്ട് ഞാനതിനെയൊക്കെ കുറച്ച് പരാമർശിച്ചിരുന്നു. അത് കണ്ടിട്ട് കുറേ ആളുകൾ എന്നെ തെറി പറഞ്ഞ് കമൻറ്റ് ഇടുകയാണ്. അതായത് അവിടുത്തെ കലാകാരന്മാരുടെ ഗ്രാഫിറ്റി ചെയ്ത കലാകാരന്മാരുടെ കഴിവിനെ നിങ്ങൾ അംഗീകരിക്കാതെ അതങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചേട്ടാ, ഒരു സാധനം അത് വൃത്തികേടാക്കിയ ആൾക്കാരെ കലാകാരന്മാരാണോ പറയേണ്ടത്? ഗ്രാഫിറ്റി ചെയ്യുമ്പോൾ ആ ഗ്രാഫിറ്റി ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചെയ്യണം. അതിപ്പോൾ ഒരു സ്ട്രീറ്റ് വോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭിത്തികളിലോ അല്ലെങ്കിൽ മതിലുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യണം. അല്ലാതെ ട്രെയിനിനകത്ത് അവിടെ എവിടെയും കുത്തി വരച്ചും പെയിൻ്റ് അടിച്ചിട്ടും വൃത്തികേടാക്കിയിട്ട് ആ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയെ ഡാമേജ് ആക്കുന്ന രീതിയിൽ ചെയ്തിട്ട് അവരെ കലാകാരൻ എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ കൊച്ചി മെട്രോയുടെ കോച്ചിൻ്റെ മേളിൽ കൊണ്ട് ഗ്രാഫിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ ആരെങ്കിലും കുത്തി വരച്ചിട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അല്ലാതെ കൊച്ചി മെട്രോ സംബന്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് അക്സെപ്റ്റബിൾ ആണ്. അല്ലാതെ ചെയ്താൽ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തോരം സംഭവങ്ങൾ നമുക്കിവിടെ കാണാം. ഈ കണ്ട ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് ഈ വിദേശികൾ, ഈ അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരും യൂറോപ്യൻസും ഒക്കെ ഇന്ത്യയിൽ വന്നിട്ട് ഓരോ വ്ളോഗ് ചെയ്തിട്ട് നമ്മളെയൊക്കെ അടിച്ചാക്ഷേപിച്ചാണ് പല വീഡിയോകൾ ചെയ്യുന്നത്. അതൊന്നും കാണുമ്പോൾ ആർക്കും കുഴപ്പമില്ല. നമ്മൾ എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പച്ചയ്ക്ക് കാണിച്ചു കൊടുത്താൽ ഉടനെ അത് പ്രശ്നം. ഇവിടുത്തെ നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇവിടുത്തെ നല്ലത് മോശവും എല്ലാം കാണിക്കുന്നുണ്ട്, ഇല്ലേ? എന്ത് കഷ്ടമാണ്. മിസിൽ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ CFR എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? CFR എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രെയിൻ നെറ്റ്വർക്കിൻ്റെ പേരാണ്, ട്രെയിൻ ഓപ്പറേറ്ററുടെ പേരാണ് CFR എന്ന് പറയുന്നത്. ഒരു കുട്ടി സ്റ്റേഷനല്ലേ? ഈ ട്രെയിൻ ഇവിടെ നിർത്തി ഇതിൽ നിന്ന് ആകെ ഇറങ്ങിപ്പോയത് 2 പേരാണ്. കയറാനാണെ ആരുമില്ല. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾ യൂറോപ്പിലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ബാഗ് വെക്കുമ്പോഴത്തേക്കിനും അത് അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ചില ട്രെയിനുകളിലൊക്കെ CCTV സർവൈലൻസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് CCTV സർവൈലൻസ് ഉണ്ട്. പക്ഷെ ചില ട്രെയിനുകളിൽ പ്രത്യേകം യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. എന്ത് സൗണ്ടാ അല്ലേ ട്രെയിനിൽ? ഭയങ്കര സൗണ്ടാണ് ഇവിടുത്തെ ട്രെയിനിലെ ബാത്റൂം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ബാത്റൂമിനെ നമ്മൾ കുറ്റം പറയും അല്ലേ? പക്ഷെ ഇവിടുത്തെ ബാത്റൂം എനിക്ക് ആക്ച്വലി കാണിക്കണമെന്നുണ്ട്. അതായത് ഒന്നാലോചിക്കുക, ഫ്ലഷ് പോലും വലിക്കാത്ത ആൾക്കാര്. പിന്നെ വലിച്ചാലും അത് ബയോ ടോയ്ലറ്റ് അല്ല, താഴെ നേരെ ട്രാക്കിലേക്ക് പോകുന്നതാണ്. പഴയ ട്രെയിനുകളൊക്കെ പലതും ആ ട്രെയിനൊക്കെ എഴുതി വൃത്തിയിടാക്കി ഇട്ടിട്ടുണ്ട്. താഴെയൊക്കെ ടിഷ്യൂ പേപ്പറും അതും ഇതൊക്കെ ആയിട്ട് മൊത്തത്തില് അലമ്പാണ് ഗൈസ്. അവസ്ഥ. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാല് ചെറിയ കുഞ്ഞു വീടുകളാണ് മൊത്തം. നമുക്ക് ഈസ്റ്റേൺ യൂറോപ്പ് നമ്മളൊക്കെ വിചാരിക്കുന്ന പോലത്തെ ഒരു ചാമൊന്നും നമുക്ക് ഈസ്റ്റേൺ യൂറോപ്പിൽ ഒരു രാജ്യങ്ങൾക്കും ഇല്ല. അതെനിക്ക് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായി. ഇവിടെ പല സ്ഥലത്തും ഇവൻ ബൾഗേറിയയും റൊമാനിയയും ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കിനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഞ്ചാരത്തിൽ സന്തോഷ് ജോർജ് ഒളങ്ങര സാറ് റൊമാനിയൻ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ടപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. റാംനിക്യു സരത്ത്, ഇത് വേറൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ചിലതൊക്കെ. പഴയതായതൊക്കെ എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും. ആ കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ അറിയാം. ഇറ്റ്സ് വെരി ഓൾഡ്. പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഉള്ളു കണ്ടില്ലേ പലതും. അതായത് ഭയങ്കര ചെറിയ ഹൈറ്റ് കുറഞ്ഞ പ്ലാറ്റ്ഫോം, ഇങ്ങനെ തട്ടിക്കൂട്ട് പ്ലാറ്റ്ഫോമാണ് പലതും. നമ്മളിപ്പോൾ ഏതൊരു സ്റ്റേഷനിൽ വന്ന് വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു റിവേഴ്സിൽ. വെറുതെ അല്ല, ഇവിടെ ഒരു 10-20 മിനിറ്റ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ സിനിമ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. ഇവിടുത്തെ ട്രെയിൻ റൂട്ടുകളെല്ലാം ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി മൾഡോവയ്ക്ക് അടുത്താണ് ഉള്ളത്. പക്ഷേ മൾഡോവയ്ക്ക് അടുത്തുനിന്ന് ഇനിയിപ്പോൾ പിന്നെ മേപ്പോട്ട് പോയിട്ട് എങ്ങനെയൊക്കെയാണ് പോകുന്നത്.
ഇനി 1 മണിക്കൂറും കൂടെ നമ്മൾ ഈ ട്രെയിനിലിരിക്കണം. എനിക്കാണ് ഇതിനകത്തിരുന്ന് മടുത്ത്. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല, ഒന്നും കാണാനും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റേഷനിലൊക്കെ കൊണ്ട് നിർത്തും. നമ്മുടെ നാട്ടിലെ വഞ്ചനാട് എക്സ്പ്രസ്, വഞ്ചനാടല്ല, നമ്മുടെ നാട്ടിലെ ജനശതാബ്ദി പോകുന്ന പോലെ, ശതാബ്ദി പോലും അല്ല കേട്ടോ, വന്ദേ ഭാരത് എന്ന് പോലും പറയാൻ പറ്റില്ല, ജനശതാബ്ദി പോകുന്ന പോലത്തെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നൊരു ട്രെയിൻ. അയ്യോ എന്ന് പറയാൻ 6 മണിക്കൂറാണ് 400 കിലോമീറ്റർ പോകാനായിട്ട്. ഈ യാഷിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ യാഷ് എന്ന് പറയുന്നത് എന്ത് സ്ഥലമാണെന്ന് പോലും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഈ നഗരങ്ങൾ വിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബുക്കറസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ കാണുന്നതെല്ലാം ഒരു സാധാരണ, ഇതിവിടെ നഗരങ്ങളിൽ വരുമ്പോഴാണ് കുറച്ചെങ്കിലും വലിയ കെട്ടിടങ്ങൾ കാണുന്നത്. അതും പക്ഷെ ഒരു മെന ഫീൽ ചെയ്യുന്നില്ല ഒന്നും. നമ്മൾ ഈ യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലൊന്നും ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഗ്രാമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ക ദാരിദ്ര്യമാണ്. ഇവിടെ പുറകിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാക്സ് കാണാം. ഇത് കണ്ടോ, കണ്ടില്ലേ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ട്രെയിനിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണാൻ. നമ്മുടെ നാട്ടിലെ ട്രെയിനിലൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ചില ട്രെയിനുകളിൽ വിസ്താടവും ഉള്ളതിനകത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഗ്ലാസ് ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നെങ്കിൽ നല്ല വിഷ്വൽ എടുക്കായിരുന്നു. അടിപൊളിയല്ലേ? ചെറിയ ട്രെയിൻ ആകെ 3-4 കോച്ചേ ഉള്ളൂ. പിന്നെ ഇലക്ട്രിഫൈഡ് അല്ല, ഡീസൽ എഞ്ചിൻ വെച്ചാണ് ഓടുന്നത്. ഇതുപോലെയുള്ള കുട്ടി സിംഗിൾ ട്രാക്കാണ് അല്ലേ? നമ്മളിപ്പോൾ ആക്ച്വലി യാഷ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യാഷിൻ്റെ ഔട്ടറുള്ള സ്റ്റേഷനിലാണ് വന്ന് നിർത്തിയിരിക്കുന്നത്. കുറേ ആൾക്കാർ ഇറങ്ങി പോകുന്നു. എൻ്റെ ട്രെയിനിൽ ഞാൻ ശ്രദ്ധിച്ചു, ഇവിടെ ട്രെയിനിലും കുറേ കുട്ടികൾ, അതായത് യങ് ജനറേഷൻ കുട്ടികൾ, കുറേ ആൾക്കാർ ട്രെയിനിലും ഉണ്ടായിരുന്നു, ഇപ്പോഴും ട്രെയിനിലുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങിയും പോകുന്നു. അപ്പോഴാണ് ഞാൻ യാഷിനെ പറ്റി ഞാൻ ഒന്ന് വായിച്ചു നോക്കിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ യാഷ് എന്ന് പറയുന്നത് ഇവരുടെ മൾഡോവൻ റീജിയൻ ഉണ്ട്, റൊമാനിയക്കുള്ളിൽ മൾഡോവിയൻ റീജിയൻ്റെ ക്യാപിറ്റലാണ്. ഇത് ഇവരുടെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. ഇവിടെ ഏകദേശം പല യൂണിവേഴ്സിറ്റികളിലായിട്ട് 60,000-ഓളം വരുന്ന കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. റൊമാനിയയുടെ ഈ ഒരു മൾഡോവൻ റീജിയനിലുള്ള യാഷ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത്. അതാണ് ട്രെയിനിൽ ഇത്രയും കുട്ടികളുണ്ടായിരുന്നത്. ഇവരൊക്കെ ഈ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ അവധി കഴിഞ്ഞിട്ട് ക്ലാസ്സിനൊക്കെ ആയിട്ട് വന്നതായിരിക്കണം ട്രെയിനൊക്കെ പിടിച്ചിട്ട്. യാഷിൻ്റെ തന്നെ മെയിൻ സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള നിക്കോളീന എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വന്നതെന്നത്. എനിക്ക് പോകുന്നതെല്ലാം കുട്ടികളല്ലേ. എനിക്ക് എല്ലാവരും പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ ഒരു ലോങ് ഹോളിഡേ കഴിഞ്ഞ് തിരിച്ച് കോളേജിൽ പോകാനായിട്ട് വന്ന കുട്ടികളാണ്. അങ്ങനെ നമ്മൾ യാഷെത്തി എല്ലാവരും ഇറങ്ങി, ഞാനും ഇറങ്ങാൻ പോകണം. യാഷ് അടിപൊളി സ്ഥലമല്ലേ യാഷ്. വലിയ ഭംഗിയൊന്നുമില്ലാത്ത ട്രെയിനായിരുന്നല്ലേ? വലിയ ഭംഗിയൊന്നുമില്ലാത്ത ട്രെയിൻ മാത്രമായിരുന്നില്ല, വലിയ സുഖമില്ലാത്ത യാത്രയുമായിരുന്നു. ഇരിക്കാനും വലിയ സുഖമൊന്നും ആയിരുന്നുണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അതിലിരുന്നത്. നമ്മൾ ഇവരുടെ ട്രെയിനിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും കുറച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നടുവേനിക്കും. അങ്ങനത്തെ ഒരു സീറ്റാണ്. ഇവിടെ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന എക്സിറ്റ് എവിടെയാണ്? ഇത് വരുന്ന വഴിക്ക് ഇടയ്ക്ക് കുറച്ച് സമയം ഞാൻ ഇലക്ട്രിക്കായിട്ടുള്ള ലൈനൊന്നും കണ്ടില്ലല്ലോ. ഡീസൽ ഇടയ്ക്കാണല്ലോ കണ്ടത്. ഇതെന്താ ഇപ്പോൾ ഇലക്ട്രിക് ആയത്? ഇതെങ്ങനെ മാറി? ഇത് എവിടെ നിന്ന് മാറി? ഒരു ഐഡിയ ഇല്ല. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സീമെൻസിൻ്റെ ലോക്കോ ആണെന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ? ഒരു ഡിഫറെൻറ്റ് ലോക്കോ ആണ്. സീമെൻസിൻ്റെ ആണോ ഇത്? അറിയത്തില്ല ഏതിൻ്റെ ആണെന്ന്. കൊള്ളാം എന്തായാലും. നൗ വി ഗോ ഔട്ട്. ഇത് അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് കേട്ടോ, അടിപൊളി. ഇതെന്താണ് ഇവിടെ ബാഗേജ് ഡ്രോപ്പിൻ്റെ ബാഗ് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇനി ഇവിടെ നിന്ന് കിഷിനാവ് പോകാനായിട്ട് ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കണം. അതിനിങ്ങനെ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ പോയി നോക്കാം, ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പോകണം. നമുക്കിന്ന് മൾഡോവ പോകാനാണ് നമ്മുടെ പ്ലാൻ. മൾഡോവ നമുക്ക് ചോദിക്കാൻ പോയിട്ട് ചോദിച്ചു പോവാം. റെയിൽവേ സ്റ്റേഷനൊക്കെ കൊള്ളാം കേട്ടോ. ഇത് ഒരു മോഡേൺ ബിൽഡിങ്ങാണ്. ഇത് പുതിയതായിട്ട് പണിത റെയിൽവേ സ്റ്റേഷനാണോ എന്ന് തോന്നുന്നു, പുതുക്കി പണിതാണെന്ന് തോന്നുന്നു. കാരണം ഒരു പഴയ ബിൽഡിംഗ് അല്ല, അത് റിനോവേറ്റ് ചെയ്ത് പുതുക്കി പണിതാണ്. പിന്നെ അവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്കിനും ആ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയൊരു ഫീല്, അതുപോലത്തെ കെട്ടിടങ്ങളൊക്കെയാണ് കാണുന്നത് പലതും. ഇവിടുന്ന് കിഷിനാവ് ട്രെയിൻ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ. ഡു യു ഹാവ് എനി ട്രെയിൻ ടു കിഷിനാവ്? No, tonight, 2 hours. Not now? No, tonight. Only night? Okay, thank you. സമയം ഇപ്പം ഉച്ചയ്ക്ക് 1 മണിയായതേ ഉള്ളേ. നമ്മുടെ ഇനി അടുത്ത ട്രെയിന് കിഷിനാവിലേക്കുള്ളത് രാത്രി 2 മണിക്കേ ഉള്ളെന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. വാട്ട് ടു ഡു? നമുക്ക് മൾഡോവ പോകണ്ടേ? മൾഡോവ വിൽ ഡു സംതിങ്. എന്ത് ചെയ്യണം ആലോചിക്കട്ടെ. ആദ്യം എനിക്ക് വിശക്കൊന്നും, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ആ ക്രാപ്പ് വാങ്ങിച്ചത് അവിടെ നിന്ന് വാങ്ങിച്ചൊരു റാപ്പാണ് കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല.
എന്തെങ്കിലും നല്ല ഫുഡ് അടിക്കുക. അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് ചിന്തിച്ച് പോകാം. ഇവിടെയും ട്രാമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പച്ച കളറിലെ നല്ല അടിപൊളി ട്രാം. ഇവരുടെ ഏത് ചെറിയ നഗരത്തിൽ പോയാലും ഇവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ്. പുതിയ ട്രാം മാത്രമല്ല കേട്ടോ, നല്ല പഴഞ്ചൻ ട്രാമും ഉണ്ട്. നോക്കി അടിപൊളി അല്ലേ. നമുക്ക് ഞാനിവിടെ നോക്കിയപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടെ മുമ്പിൽ അവിടെ ഒരു ബസ് കമ്പനിയുടെ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു. അപ്പോൾ അവിടെ പോയി ചോദിച്ചു നോക്കാം നമുക്കിനി കിഷ്നാവിലേക്ക് പോകാനായിട്ട് വണ്ടി വല്ലതും കിട്ടുമോ എന്നുള്ളത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ സാധാരണ രീതിയിൽ ബസ് സ്റ്റാൻഡ് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇവിടെ വേറെ റെസ്റ്റോറൻ്റ് ഒന്നും കാണുന്നില്ല, അടുത്ത് എല്ലാം ഫാസ്റ്റ് ഫുഡ് സംഭവങ്ങളെ കാണുന്നുള്ളൂ. ഇതാണല്ലേ ബസ് സ്റ്റാൻഡ്, അടിപൊളി. ആഷ് ബ്രാസോ, ഇവിടുന്ന് ബ്രാസോനൊക്കെ ബസ്സുണ്ടല്ലേ, അടിപൊളി. മറസാത്തോ ട്രെയിൻ, എയർപോർട്ട്, പിന്നെ എന്തൊക്കെയോ കാണാം. ബ്രാസോ ഇവിടെയാണോ ബസ് ടിക്കറ്റ് എടുക്കുന്നത്? ചോദിച്ചു നോക്കട്ടെ. ഡു യു ഹാവ് എനി ബസ് ടു കിഷ്നാവ്? Fine. Okay. So what time is the Brasov bus? After that? Only one. 6. എവിടെ പോകാനാ പറഞ്ഞേ? ബസ് നമ്പർ എന്തോ 5 അങ്ങനെ എന്തോ പരിപാടി പറഞ്ഞില്ല. അത് ഇനി വേറെ എവിടെയെങ്കിലും അടിക്കുമോ? കിഷ്നാവ് ടിക്കറ്റ് ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവിടെ പോയി ചുമ്മാ കയറി ഇരുന്നാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. റോമൻ ഇത് മിനി ബസ്സുകളാണ് കേട്ടോ, എല്ലാം പല പല സ്ഥലങ്ങളിലേക്കുള്ള വണ്ടികളുടെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് ബസ്സുണ്ട് കേട്ടോ. ആഷി കിഷ്നാവ് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇതാണ് വണ്ടി. കിഷ്നാവ് യാഷ് പോകുന്ന വണ്ടിയാണിത്. അപ്പോൾ ഞാൻ ഡ്രൈവറോട് സംസാരിച്ചപ്പോഴത്തേക്കിന് എന്നോട് ഏത് പാസ്പോർട്ടാണ്? ഞാൻ പറഞ്ഞു ഇന്ത്യയാണ്. വിസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിസ ഇല്ല, ഷെങ്കനാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് കയറാൻ പറ്റുമോ അറിയത്തില്ല, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്യുകയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി. 75 റോഡിന് എനിക്ക് ടിക്കറ്റ് തന്നു. ബാഗ് ഇവിടെ പുറകിൽ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ വണ്ടിയിൽ കയറുക. ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല, വിശക്കുന്നു. ഇതാണ് എനിക്ക് തന്ന ടിക്കറ്റ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പിൽ കിഷ്നാവിലേക്ക് വണ്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ വണ്ടി എടുക്കാറായപ്പോഴത്തേക്കിനും വേറൊരു വണ്ടി അവിടെ മുമ്പിൽ വന്നു. ഒരു റൊമാനിയയുടെ വണ്ടി, ഒരു മൾഡോവയുടെ വണ്ടി, അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോകുന്നത്. വലിയ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്നത്. ട്രാൻസ് എന്ന് പറഞ്ഞ എന്തോ ഒരു കമ്പനിയാണ്. ആ കാണുന്ന obilet.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പരസ്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന മൾഡോവ എന്ന് പറഞ്ഞ രാജ്യം ആക്ച്വലി ഷെങ്കൻ്റെ പരിധിയിൽ വരുന്നതല്ല, യൂറോപ്യൻ ഇതിനകത്തും ഇല്ല അത്. പക്ഷേ നമുക്ക് ഷെങ്കൻ്റെ മൾട്ടിപ്പിൾ എൻട്രി വിസ ഉണ്ടെങ്കിൽ നമുക്ക് മൾഡോവ പോയിട്ട് വരാം എന്നുള്ളതാണ് റൂള്. പിന്നെ ബാക്കിയൊക്കെ അവർ ബോർഡർ കൺട്രോളിൽ പറയുന്ന പോലെയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം, കയറ്റി വിടുമായിരിക്കും അല്ലേ. പണ്ടൊരിക്കൽ ഞാൻ ഫാസിൽ പോയും കൂടെ തുർക്കിയും അതേപോലെ തന്നെ ഇറ്റലിയൊക്കെ ട്രിപ്പ് അടിച്ച സമയത്ത് നമ്മൾ മൾഡോവ പോകാൻ പ്ലാൻ ഉണ്ടായിട്ട് ഈ വിസ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ വിസ അവരെ റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അവർ റിജക്റ്റ് ചെയ്ത സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. വീണ്ടും വിസ ഇല്ലാതെ. അടിപൊളിയല്ലേ. ഇവിടെ നിന്ന് കിഷ്നാവ് വരെ 150 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്നൊരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 10-25 കിലോമീറ്റർ കഴിഞ്ഞാൽ ബോർഡർ എത്തും. യാഷ് എയർപോർട്ടാണ് ഈ കാണുന്നുണ്ടല്ലേ, എയർപോർട്ട്. യാഷ് എയർപോർട്ട്. അത് ഈ ചെറിയ സ്ഥലത്ത് അത്യാവശ്യം നല്ലൊരു എയർപോർട്ട് ഉണ്ടല്ലോ. ഇന്ന് എയർപോർട്ടിൽ ആളെ പിക്കാൻ വന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എയർപോർട്ടിനകത്തേക്കാണല്ലോ പോകുന്നത്. ശരി, ആളെ പിക്കാൻ വന്ന കേട്ടോ. ഈ വണ്ടിക്കകത്ത് ഭയങ്കര നിശബ്ദത, ശബ്ദമില്ല, ആരും, എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയല്ലേ. ഭയങ്കര ടൈറ്റാട്ടോ. ഈ മര്യാദയ്ക്ക് നമുക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല, ചരിച്ച് കാല് വെച്ചുകൊണ്ട് ഇരിക്കാനായിട്ട്. ഭയങ്കര കൺജസ്റ്റഡ് വണ്ടിയാണ്. നമ്മുടെ ബെൻസിൻ്റെ മറ്റേ സ്പ്രിൻ്ററില്ലേ, അതാണ് സാധനം. അങ്ങനെ നമ്മൾ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ, ഈ കാണുന്ന പാടങ്ങളൊക്കെ കണ്ടോ? ഈ പാടങ്ങൾക്കപ്പുറം ആ ഭാഗമായിട്ടാണ് ബോർഡർ. മൾഡോവ നമ്മൾ റൊമാനിയയുടെ പല ഭാഗങ്ങൾ പോലെ തന്നെ മെജോറിറ്റി കുന്നും മലയാണെന്നാണ് തോന്നുന്നത്. റൊമാനിയയും മിക്സഡാണ്, കുന്നും മലയുണ്ട്, പിന്നെ പ്ലെയിൻ ലാൻഡ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ബസ്സിൽ പോകുന്നതുകൊണ്ടുള്ള ഗുണം കണ്ടോ, കാർ ഇഷ്ടം പോലെ പോകാൻ വേണ്ടി കിടക്കുന്നു. ബസ് കുത്തിക്കയറ്റി മുമ്പിൽ കൊണ്ടുപോകും. അതാണ് ബസ്സിൽ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴുള്ള ഗുണം. ബസ്സിനും ട്രെയിനിനും പബ്ലിക് ട്രാൻസ്പോർട്ടിനൊക്കെ പ്രയോറിറ്റി ഉണ്ടാവും. എൻ്റെ പൊന്നെ, ഈ ബോർഡറിൽ ഞാൻ കാരണം വണ്ടി 1/2 മണിക്കൂർ ലേറ്റായി. നമ്മളിവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട്. കഥയുണ്ട്, ഞാൻ പറയാം. എനിക്കിവിടെ വണ്ടിക്കകത്തിരുന്ന് അധികം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഷെങ്കനിൽ നിന്നും യൂറോപ്പിൽ നിന്നും നമ്മൾ ഇറങ്ങി, നമ്മളിവിടെ ഒരു നദിയുണ്ട്, ആ നദി ക്രോസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഈ KLTUK യാത്രയിൽ 20ാമത്തെ രാജ്യമായിട്ടുള്ള മൾഡോവയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. യെസ്, അതാണ് മൾഡോവ. ഈ നദി കണ്ടോ, ഈ നദിയുടെ അപ്പുറം ഇപ്പുറമാണ് 2 രാജ്യങ്ങൾ. ഇനി മൾഡോവയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും രസമായിരുന്നു, ഞാൻ പറയാം. കഥയെന്ന് പറഞ്ഞാൽ 1.5 കഥയായിരുന്നു. അവിടെയുള്ള പോലീസുകാരെല്ലാം എൻ്റെ കൈ പിടിച്ച്.
അങ്ങനെ പണ്ടൊരിക്കൽ കയറ്റാതെ വിട്ട രാജ്യത്തേക്ക് ഞാൻ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എം ഡി എന്ന് പറഞ്ഞാൽ മൾഡോവയിലേക്ക് നമ്മൾ കാർ വഴി കയറി എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് മൾഡോവ ഇമിഗ്രേഷൻ സ്ഥലം. വണ്ടിയിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങേണ്ടി വന്നില്ല. അങ്ങനെ ഇമിഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കോമഡി ആയിരുന്നു. ആദ്യം നമ്മൾ ഷെങ്കനിൽ നിന്ന് ഇറങ്ങണമല്ലോ, അതായത് നമ്മൾ റൊമേനിയയിൽ നിന്ന് പുറത്തിറങ്ങണമല്ലോ. അപ്പോൾ റൊമേനിയയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് നമ്മൾ റൊമേനിയൻ ബോർഡറിൽ വന്ന് കൊണ്ട് വണ്ടി നിർത്തി. അപ്പോൾ വണ്ടിയിൽ നിന്ന് ആരും പുറത്തിറങ്ങണ്ട, വണ്ടിയിൽ നിന്ന് ജസ്റ്റ് അവിടെ ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒരു പാസ്പോർട്ട് കൺട്രോൾ ഓഫീസർ വണ്ടിയുടെ അടുത്തോട്ട് വരും. എന്നിട്ട് എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങിക്കും. ആ സമയത്ത് പുള്ളി എളുപ്പത്തിന് വേണ്ടി എല്ലാവരും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങിച്ച് എല്ലാവരുടെയും ഫേസ് നോക്കി വെരിഫൈ ചെയ്തിട്ട് പുള്ളി നമ്മളോട് വണ്ടിക്കകത്ത് കയറിയിരുന്നോ എന്ന് പറഞ്ഞ് പുള്ളി ആ പാസ്പോർട്ടും കൊണ്ടുപോയി. ഓഫീസറാണേ വരുന്നത്. പാസ്പോർട്ടും കൊണ്ടുപോയി എന്നിട്ട് അവർ സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചു കൊണ്ട് തരും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മുടെ പാസ്പോർട്ട് ഈ ഡ്രൈവർ വാങ്ങിച്ചിട്ട് അതിനകത്ത് നമ്മുടെ പേരും പാസ്പോർട്ട് നമ്പരും അവരുടെ ഒരു ചാർട്ടിനകത്ത് എഴുതി ഞാൻ കണ്ടായിരുന്നു. അത് എല്ലാവരുടെയും ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രൊസീജിയർ ആണെന്ന് തോന്നുന്നു. കാരണം ഇത് ഇൻ്റർസ്റ്റേറ്റ് അല്ലല്ലോ, ഇൻ്റർ കൺട്രി പോകുന്ന വണ്ടിയല്ലേ. നമ്മുടെ അവിടെയൊക്കെ ഇൻ്റർസ്റ്റേറ്റ് വണ്ടികളിൽ പോലും ചാർട്ടും പാസഞ്ചേഴ്സിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ഇൻ്റർ കൺട്രി പോകുന്ന വണ്ടിയല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എന്നെ മാത്രം വന്ന് ഇയാൾ വിളിച്ചു. പോലീസുകാരൻ വന്നിട്ട് ബസ്സിൽ നിന്ന് എന്നെ മാത്രം വന്ന് വിളിച്ചു. എന്നെ മാത്രം ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ കരുതി വല്ല വള്ളി തേങ്ങ വല്ലതും ആയിരിക്കും എന്നെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ന് കരുതി. അപ്പോൾ എന്നോട് വിളിച്ചുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, യു സ്പീക്ക് ഇംഗ്ലീഷ്? ഞാൻ പറഞ്ഞു ഐ സ്പീക്ക് ഇംഗ്ലീഷ്. എവിടേക്കാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു കിഷ്ണാവ് പോവാണ്. എന്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടൂറിസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഷെങ്കൻ വിസ ഉണ്ട്, അവർക്കറിയാം ഷെങ്കൻ വിസ വെച്ച് പോകാൻ പറ്റും എന്നറിയാം. ഷെങ്കൻ വിസ ഉണ്ട്, അത് കണ്ടു. അപ്പോൾ യു ആർ എ ട്രാവലർ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടോ. അപ്പോൾ അവൻ പാസ്പോർട്ടൊക്കെ തിരിച്ച് നോക്കിയോ, യു ഹാവ് യു എസ്, UK, യൂറോപ്പ്, ഷെങ്കൻ എന്ന് വെച്ചാൽ കുറേ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ കം വിത്ത് മീ, ഐ നീഡ് ടു ടേക്ക് യുവർ ബയോമെട്രിക്സ് എന്ന് പറഞ്ഞു. അതായത് ഫിംഗർ പ്രിൻ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. ഭയങ്കര ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി, ചിരിച്ച് സംസാരിച്ചാണ്. അപ്പം ഫിംഗർ പ്രിൻ്റ് എടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ജസ്റ്റ് അവിടെ വണ്ടിയുടെ പുറത്ത് തന്നെയാണ്, അങ്ങ് വേറെ കൊണ്ടുപോകണ്ട, വണ്ടിയുടെ പുറത്ത് തന്നെ അവിടെ ഇറങ്ങിയിട്ട് ഫിംഗർ പ്രിൻ്റ് എടുക്കാനായിട്ടാണ് പ്രശ്നം. എൻ്റെ പൊന്നു, ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ കേട്ടോ ഞാൻ പെട്ട പാടെന്ന് പറയുന്നത്. ഒരു അരമണിക്കൂർ എടുത്തു എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ. ഓരോ തവണ എനിക്ക് തന്നെ ക്ഷമ കേട്ടോ. അവസാനം ഫിംഗർ പ്രിൻ്റ് കൈവെക്കുന്നു, മെഷീൻ റീഡ് ആവുന്നില്ല. എൻ്റെ കൈ എനിക്കാണെങ്കിൽ നെർവസ് ആയിട്ട് എൻ്റെ കൈ വേർക്കും. അതാണോ പ്രശ്നമേ, അവരുടെ മെഷീൻ്റെ പ്രശ്നമാണോ എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവസാനം ഇവരെല്ലാം വന്നിട്ട് അവിടെ ഇരുന്ന എല്ലാ ഓഫീസർമാരും മാറി വന്ന് എൻ്റെ വിരലിൻ്റെ മേളിൽ തൊട്ട് എൻ്റെ കൈ അവർ തന്നെ തുടച്ച് തന്ന് വിരലിൻ്റെ മേളിൽ തൊട്ട് അങ്ങനെ ഓരോ രീതിയിൽ ഫിംഗർ പ്രിൻ്റ് എങ്ങനെയോ എടുത്ത് അരമണിക്കൂറായി. അപ്പോൾ എനിക്കവിടെ നിന്ന് ഞാനാകെ ഇതായി നിൽക്കുക. കാരണം എൻ്റെ പുറകെ എൻ്റെ വണ്ടിയിൽ ആൾക്കാർ എന്നെ വെയിറ്റ് ചെയ്യുന്നു. ആ വണ്ടി അത്രയും നിങ്ങൾ കണ്ടല്ലേ, ആ കാറുകൾ അത്രയും അവിടെ കിടക്കുമ്പോൾ അതിനിടയ്ക്കൂടെയാണ് നമ്മുടെ വണ്ടിക്കാരൻ കുത്തിക്കയറ്റി കൊണ്ടുവന്ന് ബസ്സല്ലേ, പ്രയോറിറ്റി ഉണ്ടല്ലോ മുമ്പിൽ കൊണ്ടുവച്ചത്. എൻ്റെ വണ്ടിയുടെ പുറകെ 6-7 വേറെ അതേപോലത്തെ വാൻ വേറെയും വന്ന് കിടക്കുന്നു. ഇവർക്കാർക്കും ഒന്നും മിണ്ടാനും പറ്റത്തില്ല. ഇമിഗ്രേഷൻ ഏരിയ അല്ലേ. ഞാൻ പറഞ്ഞു ബിക്കോസ് ഓഫ് മീ ദേ ആർ ഓൾസോ ഗെറ്റിംഗ് ലേറ്റ് എന്ന് പറഞ്ഞു. നോ പ്രോബ്ലം, നിൻ്റെ പ്രശ്നം കഴിഞ്ഞ് നിൻ്റെ സോൾവ് ചെയ്തിട്ട് നീ ഇവിടെ നിന്ന് പോയിട്ട് അവരെല്ലാവരും പോവുള്ളൂ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടാന്ന്. ഭയങ്കര ചില്ല്. ഞാൻ പറഞ്ഞാണോ എന്നാൽ പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി എന്താ പറയുക, എൻ്റെ ഇമ്പ്രഷൻ എടുത്തു, എന്നെ തിരിച്ച് കയറ്റി വിട്ടിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പിന്നെ നമ്മൾ മൾഡോവ ബോർഡറിലേക്ക് കയറുന്നു. മൾഡോവയിൽ നമുക്ക് ഒരു ചോദ്യം പറച്ചിലും ഇല്ല. ഒരു ഫീമെയിൽ ഓഫീസർ വന്നിട്ട് നമ്മളുടെ എല്ലാവരുടെയും പാസ്പോർട്ട് വണ്ടിക്കകത്ത് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു, നമ്മുടെ മുഖത്ത് നോക്കുന്നു. എന്നോടൊന്നും ചോദിച്ചില്ല. എന്നോട് ഇവിടെ കൃഷ്ണാവ് പോവാണ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഓക്കെ, അവർ പോയി പാസ്പോർട്ട് ആരോ കൊണ്ട് നമ്മളെ തിരിച്ചു കൊണ്ട് തന്നു. അങ്ങനെയാണ് മൾഡോയിൽ കയറിയത്. അങ്ങനെ ഞാൻ കാരണം ഒരു അരമണിക്കൂർ അവിടെ ഇമിഗ്രേഷനിൽ ബ്ലോക്ക് ഉണ്ടാക്കി. എല്ലാവരും എന്നെ പ്രാഗി, എന്നെ പൊന്നൊന്നും പറയണ്ട. അങ്ങനെ നമ്മൾ മൾഡോവയിൽ കയറിയിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി. ഇവിടെ ഫുൾ പ്ലെയിൻ ലാൻഡ്സ് ആണ്, കണ്ടില്ലേ? അതായത് വിജനമായിട്ട് ഇങ്ങനെ കിടക്കുന്ന പ്ലെയിൻ ലാൻഡ്സ്. പക്ഷേ ധാരാളം കൃഷി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൃഷി സ്ഥലങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ചാടി പോകുന്ന റോഡാണ്. അതായത് ഒട്ടും സ്മൂത്ത് അല്ലാത്ത ചാടി പോകുന്ന റോഡ്. മൾഡോവയിലേക്കുള്ള ഇലക്ട്രിഫിക്കേഷൻ പോലും ഇല്ലാത്ത, പണ്ട്
USSRന്റെ കാലത്ത് പണിത റെയിൽവേ ട്രാക്കൊക്കെ കടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബോർഡർ കഴിഞ്ഞപ്പം റോഡ് അടിപൊളിയായി കേട്ടോ. അത് പൊളിച്ചു. ഇപ്പം നല്ല കിടിലൻ റോഡായല്ലോ. പൊന്നെ, ആ ബോർഡറിന്റെ സൈഡിൽ കൂടെ എത്ര നേരം വന്നോണ്ടിരുന്നേ. അവിടുത്തെ റോഡ് പൊളിയായിരുന്നു, മോശമായിരുന്നു. ഇപ്പം നല്ല അടിപൊളി റോഡായി, നല്ല അടിപൊളി ഗ്രാസ് ലാൻഡ്. ഇത് കാണുമ്പോഴത്തേക്കിനും UK എവിടെയോ കൂടെ പോകുന്ന പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതേപോലെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ മൾഡോവ. പേരിട്ടി നമ്മളിനിയിപ്പോൾ എനിക്കൊരു 1.25 മണിക്കൂറിൽ നമ്മൾ കിഷ്ണാവ് എത്തും. അങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കിഷ്നാവ് എത്തിയിരിക്കുകയാണ്. കിഷ്നാവ് എൻ്റെ അമ്മ മടുത്തെന്ന് പറഞ്ഞാൽ 1.5 മടുപ്പായി പോയി ഇന്നത്തെ യാത്ര. രാവിലെ 5 മണിക്ക് എണീറ്റതാണ് ഞാൻ. 5 മണി. അങ്ങനെ ഈ കാണുന്ന വണ്ടിയിൽ ഞാനിവിടെ കിഷ്നാവ് എന്ന് പറയുന്ന ഇവരുടെ മൾഡോവയുടെ തലസ്ഥാന നഗരത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഈ ഇറങ്ങുമ്പോഴാണ് മറ്റൊരു പ്രശ്നം. എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുകൂടിയാണ് വന്നത്. പക്ഷേ ഇവരവിടെ നിർത്തൂലല്ലോ. നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഇവിടെ ചാടി ഇറങ്ങാനും പറ്റില്ലല്ലോ. ഇവർ ബസ് സ്റ്റാൻഡിൽ അവിടെ ബസ് നിർത്തുന്ന സ്ഥലമുണ്ട്, അവിടെ നിർത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി 3 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ടാക്സി ആപ്പ് വർക്ക് ചെയ്യില്ല, മറ്റേ ബോൾട്ട് വർക്ക് ചെയ്യില്ല. ഇവിടുത്തെ ടാക്സി ആപ്പ് ഏതാണെന്ന് ഞാൻ നോക്കി വയ്ക്കാൻ മറന്നുപോയി. പിന്നെ എൻ്റെ കയ്യിൽ ഇവിടുത്തെ പൈസ ഇല്ല, കറൻസി ഇല്ല. ഞാനിവിടെ അടുത്ത് ഏറ്റവും നോക്കിയിട്ട് കാണുന്നില്ല, എന്തൊരു കുന്തം കാണുന്നില്ല. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ, നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പഠിക്കുന്നൊരു പയ്യനാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. അപ്പം പുള്ളി ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പുള്ളിയുടെ കൂടെ നമുക്ക് ഹോട്ടലിൽ പോവാം. എന്നിട്ട് ഭക്ഷണം കഴിക്കണം. എനിക്ക് നിങ്ങൾ കണ്ടല്ലേ ഞാൻ ഇന്നത്തെ ദിവസം എന്താ കഴിച്ചതെന്ന്. രാവിലത്തെ എത്ര മണിക്ക്, രാവിലെ 6 മണിക്ക് ആ ട്രെയിനിൽ നിന്ന് അവരുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ച ആ റോളാണ് ഞാൻ ഇന്ന് ആകെ കഴിച്ച സാധനം. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ആക്ച്വലി അവിടെ ഇറങ്ങിയപ്പോൾ കഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ അടുത്ത വണ്ടി എടുത്താൽ മതിയായിരുന്നു. ഞാൻ ഈ ബസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇമ്മീഡിയറ്റ്ലി ഇതിൽ വന്ന് കയറിയതാണ്, അബദ്ധമായി പോയത്. അയ്യോ, ഒന്നും പറയണ്ടേ. ഇമിഗ്രേഷനൊക്കെ കോമഡി ആയിരുന്നു കേട്ടല്ലേ. അതാണ് സംഭവം. അഫീഫ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഇവിടെ ഉണ്ട്. അവൻ എനിക്ക് ഒരു ടാക്സി ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ടാക്സി ഇപ്പോൾ ഇവിടെ വന്ന് എന്നെ പിക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ട് അവനിപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അയ്യോ, ഇല്ലായിരുന്നു ഞാൻ പെട്ടുപോയത്. ഇവിടെ ഏത് ടാക്സിയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സിം എടുത്തായിരുന്നു, അത് ഭാഗ്യം. കാരണം ഐറാലോ യൂറോപ്പ് സിം ഇവിടെ വർക്ക് ചെയ്യത്തില്ല. ഇവിടെ മൾഡോവയ്ക്ക് വേറെ സെപ്പറേറ്റ് സിം എടുക്കണം. ഞാനാണ് തണുത്ത് വിറച്ച് ഇവിടെ ഒരു റോഡിൻ്റെ സൈഡിൽ വന്നിറങ്ങി ഇവിടെ ഇരിക്കുക. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ആയി. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഇത്രയൊക്കെ ആയില്ലേ. ഞാൻ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഞാൻ 10-13 മണിക്കൂറായിട്ട് ഇന്ന് ട്രാവലിംഗ് ചെയ്യാം, മടുത്ത്. ഇവിടെ കറൻസി എക്സ്ചേഞ്ചിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്തു. സംഭവം നമുക്ക് സോർട്ട് ചെയ്യാവുന്ന പരിപാടികളേ ഉള്ളൂ. കറൻസി എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ആ പയ്യൻ നമുക്ക് ടാക്സി അയച്ചു. അപ്പോൾ ഏത് ടാക്സി ചെയ്തല്ലേ, യാൻഡെക്സ്. ഇവിടെ യാൻഡെക്സ് ടാക്സിയാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ ബോൾട്ട് അല്ല. അതായത് ഇത് പഴയ സോവിയറ്റ് രാജ്യമാണ്. അതായത് നമ്മൾ കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനൊക്കെ പോയ പോലെ ആ ഭാഗത്തൊക്കെ എങ്ങനെയാണോ അതേപോലെയാണ്. ഇവർ റഷ്യയോട് ചായവുള്ള ഒരു രാജ്യമാണല്ലോ ബേസിക്കലി. അതുകൊണ്ടാണ് ഇവരിതുവരെ യൂറോപ്പിൽ കയറാത്തത്. അഫീഫ് എന്നാ പേരല്ലേ? കാണുന്നില്ലല്ലോ തന്നെ. മോം ലൈറ്റ് എടുത്ത്. അഫീഫ് എന്ത് ചെയ്യും ഇവിടെ? ഞാൻ ഇവിടെ 6 ഇയർ മെഡിക്കൽ സ്റ്റുഡന്റ്. കഴിഞ്ഞു? അല്ല, ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞു, ഡോക്ടറായി. ശരി. ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടല്ലേ? ഇവിടെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 1300-400 സ്റ്റുഡൻസ് ആണല്ലേ. ഞാൻ പണ്ടൊന്ന് മൾഡോ വരാൻ നോക്കിയതാ, പക്ഷെ ഇവരെനിക്ക് വിസ തന്നില്ലായിരുന്നു. അന്ന് വെറുതെ ഞാൻ വിസ ചുമ്മാ അപ്ലൈ ചെയ്തു. വെറുതെ ഷെങ്കൻ വിസ വെച്ച് വന്നാൽ മതിയായിരുന്നു, നല്ല UK വിസ വെച്ച് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ വിസ തന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ പോവാം, റൂമിൽ പോവാം, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഞാൻ ഹോട്ടലിലെത്തി. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. ഇവിടെ സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു ഹോട്ടലിൽ ഒരു ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നിപ്പം പ്ലാൻ ചെയ്യണം നാളെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിനകത്ത് പബ്ബൊക്കെ ഉണ്ട്, ലോട്ട്സ് പബ്ബ് ബാർ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്, പബ്ബൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, ഈ മൾഡോവ എന്ന് പറയുന്നത് ഒരു സോവിയറ്റ് യൂണിയൻ പോലത്തെ, പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു ഇതിനകത്തുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പിന്നെ അതിന് മുമ്പ് ഒട്ടോമൻകാർ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ചരിത്രങ്ങളൊക്കെ മൾഡോവയ്ക്കുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 1991 നമ്മുടെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ടായ പോലെ അതേ സമയത്ത് തന്നെയാണ് ഈ രാജ്യവും ഉണ്ടായത്. 7004 എവിടെ 70 ഇങ്ങോട്ടല്ലേ? യെസ്, ഈ രാജ്യം ഉണ്ടായത്. അതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി ക്രിസ്ത്യൻ മെജോറിറ്റി ആളുകളാണ്. പിന്നെ വേറെ എന്താ പറയുക, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനകത്തൊരു ഡിസ്പ്യൂട്ടഡ്, ഇത് തുറക്കുന്നില്ലേ? തുറക്കൂ. 7004 അല്ലേ? എന്താ തുറക്കാതെ? ഇതാണ് പ്രശ്നം. കൊള്ളാലോ, അടിപൊളി റൂമല്ലോ. നല്ല
സ്പേഷ്യസ് മുറി. നൈസ്. എൻ്റെ അമ്മോ എനിക്ക് വിശന്നിട്ട് വയ്യ. ബാഗ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് പോവാം. മറ്റേ പയ്യൻ താഴെ ഇരിക്കുകയാണ്. അപ്പോൾ യെസ്, അതാണ് മൾഡോവ. ഇതിനകത്തൊരു ഡിസ്പ്യൂട്ടഡ് മേഖലയുണ്ട്. ആ ഡിസ്പ്യൂട്ടഡ് മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ആ പയ്യൻ പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അത് റഷ്യയുടെ കൺട്രോളിലുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇവർ ബേസിക്കലി റഷ്യ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സ്ഥലം, എന്നാൽ യൂറോപ്പിനോട് ചായവുള്ള സ്ഥലം, യൂറോപ്പിലേക്ക് കയറണം എന്ന് വിചാരിക്കുന്ന സ്ഥലം, എന്നാൽ യൂറോപ്പിൽ കയറാൻ പറ്റാതെ റഷ്യയുടെ കൺട്രോളിലിരിക്കുന്നൊരു സ്ഥലം. സംതിങ് ലൈക്ക് ജോർജിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ജോർജിയൊക്കെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ബേസിക്കലി മൾഡോവയും എന്നാണ് എനിക്ക് ഇനീഷ്യലി വന്നപ്പോൾ തന്നെ മനസ്സിലായത്. റഷ്യയുടെ കൺട്രോളിലുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും യാൻഡെക്സ് മാപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യാൻഡെക്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവരുടെ കറൻസി ഭയങ്കര രസമാണ്. മൾഡോവൻ ലെയു എന്നാണ് ഇവരുടെ കറൻസിയുടെ പേര്. ഒരു മൾഡോവൻ ലെയു എന്ന് പറഞ്ഞാൽ ഏകദേശം 4.65 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇതാണ് ഇവരുടെ 50 മൾഡോവൻ ലെയു കറൻസി. പിന്നെ ഇത് 100 ചെറിയ കുട്ടി നോട്ട്. അതായത് നമ്മുടെ പഴയ 10 രൂപ നോട്ടില്ലേ, ആ വലിപ്പമേ ഉള്ളൂ. നമ്മുടെ 10 രൂപ നോട്ടിൻ്റെ വലിപ്പമേ ഉള്ളൂ ഇതിന്. റിപ്പബ്ലിക് ഓഫ് മൾഡോവ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പഴയ നോട്ടിൻ്റെ കാര്യത്തിൽ ഒട്ടും അഡ്വാൻസ്ഡ് അല്ല. ഞാൻ എപ്പോൾ ഏത് ഹോട്ടലിൽ പോയാലും തിരിച്ചിറങ്ങുന്നതിന് മുമ്പ്, റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഹോട്ടൽ റൂമിൻ്റെ റൂം നമ്പർ എടുക്കും, ഫോട്ടോ എടുക്കും. കാരണം ഞാൻ മറന്നു പോകുന്നത്. അപ്പോൾ അത് ചില സമയത്ത് നമ്മുടെ കീ ടാഗിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകുന്നതല്ല നല്ലത്. സോ ലെറ്റ്സ് ഗോ ഹാവ് സം ഫുഡ്. വിശക്കുന്നു ഗൈസ്. ഇത് കൊള്ളാട്ടോ സ്ഥലം. നല്ല രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വൈബ്. അതായത് ഞാൻ ഈ ബൾഗേറിയ റൊമാനിയയിലൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് യൂറോപ്പിൽ വന്നൊരു ഫീൽ കിട്ടുന്നത്. ഇന്ന് ജനുവരി 7 ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം. ഇന്നിവിടെ ക്രിസ്മസാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ക്രിസ്മസ് മിസ്സായിരുന്നു. അതായത് നമ്മൾ ഡിസംബർ 25 അർമേനിയയിലായിരുന്നു. ആ സമയത്ത് അവിടെ ക്രിസ്മസ് ആയിരുന്നില്ല. അവിടെ ജനുവരി 7 ക്രിസ്മസ്. അതിനുശേഷം ജനുവരി 7 ഞാൻ ബൾഗേറിയയിലായിരുന്നു. അവിടെ ഡിസംബർ 25 ക്രിസ്മസ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാനിവിടെ റഷ്യക്കാരുടെ ആ ഒരു ക്രിസ്മസ് ഫോളോ ചെയ്യുന്ന ആ സ്ഥലത്ത് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇന്നാണ് ഇവിടെ ക്രിസ്മസ് എന്നുള്ളത്. അങ്ങനെ ഞാൻ ക്രിസ്മസ് എനിക്ക് കിട്ടി. ഇല്ലെങ്കിൽ എനിക്ക് ക്രിസ്മസ് മിസ്സായേനെ. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ ഹോട്ടലിൻ്റെ താഴെ തന്നെ ഇവിടെ ഗ്രിൽ ടാക്സി ബ്ലൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു റെസ്റ്റോറൻറ്റ് കാണാം. സോ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഇവരിവിടെ റഷ്യനൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാനിത് ഇങ്ങനൊന്നും അല്ല കേട്ടോ എക്സ്പെക്ട് ചെയ്തത്. ഞാനിത് ഇങ്ങനൊന്നുമേ അല്ല പ്രതീക്ഷിച്ചത്. ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ റഷ്യൻ വൈബാണ് ഫുള്ള് മൊത്തത്തിൽ. റഷ്യൻ Thank you. Yeah, that's all. Thank you. You can keep this here. Yeah, let it be here. You can take that. Yeah, ഞാൻ try ചെയ്തതാ. റഷ്യനൊക്കെ പഠിച്ചാ? അല്ല, ഇവിടെ റഷ്യൻ സംസാരിക്കും. പക്ഷെ മെയിൻലി ഇവിടെ ആൾക്കാർക്ക് അറിയുന്ന റൊമേനിയ. പിന്നെ നമ്മളും റൊമേനിയനാണോ സംസാരിക്കുന്നത് ഇവര്? ഇവർക്ക് ഭാഷയില്ല. ഇവരുടെ ഭാഷയാണ് റൊമേനിയ. പക്ഷെ ഇവരുടെ മെയിൻലി ഇവർ മിക്കവർക്കും റഷ്യൻ റൂട്ട്സ് ഉള്ളതുകൊണ്ട് ഇവരൊക്കെ റഷ്യൻസ് സംസാരിക്കും. ഇവർക്ക് മൾഡോവൻസിന് വേറെ ഭാഷയൊന്നുമില്ല. റൊമേനിയൻ ഭാഷയാണ്. ഓക്കെ, പണ്ട് ഇതൊക്കെ ഒരു ഇതായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വന്ന ഈ യാഷൻ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ റൊമാനിയയിലെ മൾഡോവിയ എന്ന് പറഞ്ഞൊരു ടെറിട്ടറി തന്നെ ഉണ്ട് അവിടെ. അതിൻ്റെ ക്യാപിറ്റലായിരുന്നു ബേസിക്കലി. അപ്പോൾ നമ്മൾ ഇവിടെ മാമാലിക എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്തു. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ലോക്കൽ ഡിഷാണെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് ചീസ്, ഇത് നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് അല്ലേ, ഇത് ഓംലെറ്റ്, അതിന് താഴെ ഉപ്പുമാവ് പോലത്തെ ഒരു സാധനം, റവ, ഇതെല്ലാം കൂടെ വരുന്നുണ്ടല്ലോ, അടിപൊളി. പിന്നെ ഇത് ചിക്കൻ ഒരു കറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് യോഗേർട്ട്. പിന്നെ ഇത് നമ്മളൊരു ചിക്കൻ്റെ ഒരു മിക്സ് ഒരു സാധനം, എല്ലാം എപ്പോഴും ഒരു സാധനം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഈ ഒരു ചാറിനകത്ത് അത് ഉപ്പുമാവ്, പക്ഷെ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടാത്ത ഉപ്പുമാവ്, അതാണ് ബേസിക്കലി മാമലിക. ഇതുണ്ടല്ലോ റവ, നമ്മുടെ സെയിം റവ. നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ആശാൻ പറയാണ്ട് ഇവിടെ കാർഡ് എടുക്കില്ലാന്ന്. പക്ഷെ ഇവിടെ അതൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. നോ മെഷീൻ വിത്ത് യു? I can pay by card. ഇപ്പം എടുത്തോണ്ട് വരും, നീ നോക്കിയോ, അതൊക്കെ ഉടായിപ്പാ, മനസ്സിലായില്ലേ? അവനിപ്പം മെഷീൻ എടുത്തോണ്ട് വരും.
ഞാൻ പറഞ്ഞില്ലേ ക്യാഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ പരിപാടി. ശരിയായില്ലേ ഇപ്പൊ? ഇവിടെ അല്ലേ പേയ്മെന്റ് എടുക്കണ്ടേ? യെസ്. ഓക്കെ. I don't have cash with me. No, I'm a tourist. No. I can pay by card. Yeah, but it doesn't work. Huh? Doesn't work. Probably you can try. Whether if it works, yeah. വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? നീ ഇവിടുത്തെ ഭാഷയൊന്നും സംസാരിക്കരുതേ. നീ നമ്മൾ കാണാൻ വന്ന ആൾക്കാർ അങ്ങനെ പറയാം കേട്ടോ. Yeah, sure. Good? Okay, thank you. കണ്ടോ? താങ്ക് യു. കണ്ടോ, ഇതാണ് ഐശ്വര്യമുള്ളവർ വന്ന വർക്ക് ചെയ്തെന്ന് പറയുന്നില്ലേ? എടാ ഞാൻ പറഞ്ഞില്ലേ ഉടായിപ്പ് പരിപാടിയാന്ന്. എങ്ങനെയുണ്ട്? എടാ നമ്മളിതല്ല, ഇതിനപ്പുറത്തെ കളികൾ കണ്ടിട്ടുണ്ട് നമ്മൾ പല സ്ഥലത്ത്. അവനെ നമ്മളെ ചാമ്പ നോക്കിയതാ, മനസ്സിലായില്ലേ? പിന്നല്ല, അതായത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും 650 രൂപയുടെ ബില്ല് കൊണ്ട് തന്നു. 650 രൂപയുടെ ബില്ല് കൊണ്ട് തന്നപ്പോഴത്തേക്കിനും അതിന് പറഞ്ഞ് നമ്മൾ മെഷീൻ കൊണ്ടുവന്നോ കാർഡ് വെച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല, പുറത്ത് ATM ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ATM ഇപ്പോൾ എനിക്ക് വയ്യ, എനിക്ക് മടിയാണ്, എനിക്ക് എൻ്റെ പൈസ ഇല്ല, നിങ്ങൾ കാർഡ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുറേ പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി ഒന്നും പറയാനില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചില്ലാണ് ഇത്, ഇങ്ങനെ നൈസായിട്ട് ഡീൽ ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെ ഫൈനലി എന്താ അവൻ്റെ കാർഡ് വർക്ക് ചെയ്യാത്ത കാർഡും വർക്ക് ചെയ്യാത്ത മെഷീനും ഒക്കെ വർക്ക് ചെയ്തതുണ്ടോ? അവർക്ക് തൊടാൻ തന്നെ വേണ്ടിയിട്ടായിരുന്നു. വർക്ക് ചെയ്യാത്ത കാർഡും വർക്ക് ചെയ്യാത്ത മെഷീനൊക്കെ വർക്ക് ചെയ്തതുണ്ടല്ലേ? അതാണ് എല്ലാം ഉടായിപ്പാട്ടോ ഇതെല്ലാം. ഇങ്ങനത്തെ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഈ പല ബ്ലാക്ക് മണി വൈറ്റ് മണി കേസുകളൊക്കെയാണ്. അപ്പോൾ ഡിസംബർ 25 നമുക്ക് കാണാൻ സാധിക്കാതിരുന്ന നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് നമുക്കിപ്പോൾ ഇവിടെ കാണാം. നമുക്ക് അർമേനിയയിലും ജോർജിയയിലും ഒക്കെ മിസ് ചെയ്ത ആ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻസ് നമുക്ക് എന്തായാലും ഇവിടെ മൾഡോവയിൽ വന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കംപ്ലീറ്റ് ക്രിസ്മസിൻ്റെ ആ ഒരു തീമിൻ്റെ ഭാഗമായിട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. ജനുവരി 7 ക്രിസ്മസ് ആഘോഷിക്കുന്ന ആ ഒരു എന്താ പറയുക രാജ്യത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ രാത്രി കാഴ്ചകളൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് റൂമിൽ പോകാം. ഞാൻ നല്ല ടയർഡാണ് ഇന്ന്. ഇതൊക്കെ നോക്കി രാത്രി ലൈറ്റൊക്കെ പ്രൊജക്ഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. ക്രിസ്മസ് ട്രീയും പിന്നെ അവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി കണക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും. ഇവിടെ രാത്രിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമോ റോഡിൽ? ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇത് ബ്ലോക്ക് ആക്കാനുള്ള മെയിൻ കാരണം ഇപ്പോഴത്തെ ഒരാഴ്ചയിൽ ഇവിടെ പരിപാടികൾ മൊത്തം നടക്കുന്നുണ്ട്. ന്യൂ ഇയർ ക്രിസ്മസ് ആയതുകൊണ്ട്. ഇതിപ്പോ റോഡ്, ഇത് മെയിൻ റോഡല്ലേ? എൻ്റെ അമ്മ, ഇത് മെയിൻ റോഡായിരുന്നു. ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, അടിപൊളി. ഇത് മെയിൻ റോഡായിരുന്നു കൊണ്ടല്ലേ നോക്കി. ഇവിടുത്തെ ഒരു മെയിൻ റോഡാണ്. ആ മെയിൻ റോഡ് കംപ്ലീറ്റ് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ച് ഇവിടെ നടുക്ക് വലിയൊരു ക്രിസ്മസ് ട്രീ, അതിനപ്പുറത്ത് എന്തൊക്കെയോ കുറേ പരിപാടികളൊക്കെ. ക്രിസ്മസ് ട്രീ കൊള്ളാമല്ലേ, നല്ല വലിയ ക്രിസ്മസ് ട്രീ. നമ്മൾ അർമേനിയ പോയപ്പോഴും ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. ഇപ്പോൾ അർമേനിയയിലൊക്കെ എന്തോ സെലിബ്രേഷൻ ആയിരിക്കും ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഡിജിറ്റൽ ഡിസ്പ്ലേ, പിന്നെ നമ്മൾ ജോർജിയയിലൊക്കെ കണ്ട പോലെ തന്നെയുള്ള ക്രിസ്മസ് മാർക്കറ്റുകൾ, അതുപോലെയുള്ള സംഭവങ്ങൾ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും നമുക്കല്ലേ ക്രിസ്മസ് കഴിഞ്ഞുള്ളൂ. ഇവർക്ക് ക്രിസ്മസ് കഴിഞ്ഞില്ല. ഇവർക്ക് ജനുവരി 7 ക്രിസ്മസ്. ഞാനിത് ജനുവരി 6 വൈകിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ നാളെയാണ് ക്രിസ്മസ്, ജനുവരി 7. ഞാൻ ജനുവരി 6 ഷൂട്ട് ചെയ്യുന്നത്, ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഉണ്ടല്ലേ, നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ സെയിം നല്ല ചൂട് വൈനുണ്ട്. മറ്റേ ചൂട് വൈൻ കിട്ടും ഇവിടെ. ആ ചൂട് വൈനൊക്കെ കുടിച്ച് ആളുകൾ പിന്നെ ഹോം മെയ്ഡ് ഓരോ സാധനങ്ങൾ, ചോക്ലേറ്റും ബാക്കിയുള്ള സംഭവങ്ങളും പിന്നെ ഇവിടുത്തെ ലോക്കൽ ഫുഡും മറ്റുമൊക്കെ കഴിച്ച് ആളുകളൊക്കെ ഇങ്ങനെ ചില്ലായിട്ട് നടക്കുകയാണ്. ഇതെന്താ സംഭവം? പോർക്കിൻ്റെ നാവോ? ചെവിയോ? പോർക്കിൻ്റെ ചെവിയും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെയാണ്. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ് ആണല്ലേ. ലോക്കൽ ഫുഡുകളാണ് ഇതൊക്കെ. മറ്റേ വൈൻ ഇട്ടിരിക്കുന്ന ഫുഡുകളായിരിക്കാനാണ് സാധ്യത. പിന്നെ ഇവരുടെ ആയിട്ടുള്ള കുറേ ഡോണറ്റുകളും പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടല്ലേ. ഇതെന്താ സംഭവം? എന്തോ സാധനം എനിക്കറിയത്തില്ല. എന്തോ ചായയാണല്ലേ, ഇവരുടെ എന്തോ ചായയാണ്. ഇവിടെ ഒരാൾ ഹോട്ട് ഡോഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വാവ്, നൈസ് പീസ്. മെറി ക്രിസ്മസ്. നല്ല തിരക്കാണല്ലോ ഇവിടെ. മറ്റേ സ്കേറ്റിങ്ങിൻ്റെ സ്ഥലമാണ് കണ്ടില്ലേ. ഇവിടൊക്കെ പുറത്ത് ഇങ്ങനെ ഇതുപോലെയുള്ള ടെമ്പററി സെറ്റപ്പുകൾ ഒരുക്കും, സ്കേറ്റിങ്ങും മറ്റ് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് അപ്പുറത്ത് നടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡായല്ലോ. പുള്ളി അത് ഓടിച്ച് കളിക്കുവാണോ അതോ ഇവിടെ ട്രാക്ക് റെഡിയാക്കുവാണോ?
പുള്ളി ഇവിടെ ട്രാക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ടാ തണുപ്പത്ത് കൊച്ചു കുട്ടികളും അപ്പൂപ്പന്മാരും എല്ലാവരും ആയിട്ട് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. കണ്ടില്ലേ, നല്ല രസമുള്ള കടകൾ കേട്ടോ. സാന്താക്ലോസ് കോഫി എന്ന് കണ്ടില്ലേ, സാന്താക്ലോസ് കോഫി. പിന്നെ ഇതൊക്കെ ഈ ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള കുഞ്ഞു 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 കടകൾ. പിന്നെ ഇത് എനിക്ക് തോന്നി ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറായിരിക്കും ആ കാണുന്നത്. നൈസ്. അങ്ങനെ അവരത് ക്ലിയർ ചെയ്ത് പിള്ളേരൊക്കെ ഇറങ്ങി തുടങ്ങി. കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ ചെയ്തായിരുന്നു, അടുത്ത ദിവസം എണീക്കാൻ പറ്റില്ല. കുണ്ടിയും കുത്തി വീഴും കഴിച്ചു. അതാണ് പ്രശ്നം. വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്ന് നമുക്ക് പറ്റത്തേയില്ല. അതാണ് ഇത് ചെയ്ത് പരിശീലനം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പരിപാടി. ഇന്നത്തെ എൻ്റെ ഈ ദൃശ്യങ്ങൾ കംപ്ലീറ്റ് എന്താ പറയുക, അവിചാരിതമായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ല ഈ ഒരു ക്യൂട്ട് വെച്ച്, ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ഞാനിവിടെ വന്നതും എനിക്കിവിടുത്തെ അനുഭവങ്ങൾ കിട്ടുന്നതൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റാണ്. നമ്മളവിടെ വീഡിയോ കണ്ടില്ലേ, ഏതാണ്ട് അതിനകത്ത് അത് അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സംഭവമാണ് നമ്മളിപ്പോൾ ആ വീഡിയോ അവിടെ ഡിസ്പ്ലേയിൽ കണ്ടത്. അത് വലിയൊരു സ്റ്റേജുണ്ട്. ആ സ്റ്റേജിൽ നിറച്ച ആൾക്കാർ നിന്ന് ഒരു പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. സംഭവം കൊള്ളാട്ടോ, അടിപൊളിയാണ്. La mulți ani, dragii mei, felicitări cu această mare sărbătoare, nașterea Domnului Iisus Hristos. La mulți ani fericiți! ആ പൊളിച്ചങ്ങ് പാടുവാ. എൻ്റെ പൊന്നെ, രക്ഷയില്ലടാ. പുള്ളിക്കാരി ഇവിടുത്തെ ഉത്സവപ്പാണെന്ന് തോന്നുന്നു കേട്ടാ, അതേപോലെ ഉണ്ട്. Nunca pe nici un timp trecut grele mi s-au frânt. Crăciunul bucuriei de a fi împreună.